ഹലോ ഫ്രണ്ട്സ്, +2 ഫിസിക്സ് ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ടോർക്ക് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. രണ്ട്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നല്ല, ഡിസ്ട്രിബ്യൂഷൻസ്. നമുക്ക് ആദ്യത്തേത് ഒരു ഡെറിവേഷനാണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിംഗ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വച്ചിരിക്കുന്നതായ ഇലക്ട്രിക് ഡൈപോളിന് മേൽ അനുഭവപ്പെടാൻ പോകുന്ന ടോർക്കിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാം. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാനായി പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന്. ഇവിടെ കാണുന്നതൊക്കെ പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെന്ന് മനസ്സിലാക്കുക. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെയാണ്. ഞാൻ ആ ഫീൽഡിൻ്റെ പേര് കൊടുക്കുന്നു വെക്റ്റർ ഇ. ദിശ നമുക്ക് ഈ ആരോ ഹെഡ് കാണുന്നതിലൂടെ മനസ്സിലാക്കാം. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം, ഒരു ഫീൽഡ് ലൈൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിക്കുകയും നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് നിർമ്മിച്ച പോസിറ്റീവ് ചാർജ് ഇടതുഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് മൈനസ് വലതുഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നും മനസ്സിലാക്കുക. ഓക്കെ, സ്ക്രീനിൽ വരച്ചിരിക്കുന്ന സ്ഥലത്തല്ല ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാരണക്കാരനായ സോഴ്സ് ചാർജ് ഉള്ളത്. ഞാൻ ആ വശത്ത് എവിടെയോ ഉണ്ട് എന്ന് പറയാനായിട്ടാണ്. മാത്രമല്ല, പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടതില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചാൽ മതിയാവും. പക്ഷെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ വരയ്ക്കാം. ഇലക്ട്രിക് ഡൈപോളിൻ്റെ രണ്ട് ചാർജുകൾ -q +q. ചാർജുകൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ഡൈപോളിൻ്റെ സെൻറ്റർ O, ഈ ദൂരം A ആണ്, ഈ ദൂരവും A ആണ്. ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വച്ചിരിക്കുന്ന ഡൈപോളിൻ്റെ രണ്ട് ചാർജുകൾക്ക് മേലും അനുഭവപ്പെടാൻ പോകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷനിലേക്ക് തന്നെ ഒന്ന് പോവുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. E = F/Q എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിനെ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് നമുക്ക് എഴുതാം. അവിടെ നിന്നും ഫോഴ്സ് Q × E എന്നൊരു ഇക്വേഷൻ നമുക്ക് കണ്ടെത്താം. ഈ ഇക്വേഷൻ നമ്മളോട് പറയുന്നത് Q എന്ന ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ മേൽ അനുഭവപ്പെടാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = QE ആണ് എന്നാണ്. ഈ ഇക്വേഷൻ വിശദീകരിക്കുന്ന അതേ സാഹചര്യമാണ് ഇവിടെയും ഉള്ളത്. നമ്മുടെ കൈവശം ഡൈപോളിൻ്റെ ഒരു ചാർജുണ്ട്, അതിരിക്കുന്നത് E എന്നൊരു ഇലക്ട്രിക് ഫീൽഡിലാണ്. സ്വാഭാവികമായും ഈ മൈനസ് ചാർജിന് മേലൊരു ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇക്വേഷനായിട്ട് ഇങ്ങനെ എഴുതാം: F = QE. ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യം പരിഗണിക്കുന്നത് ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം: ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ -q. ആ ഫോഴ്സിൻ്റെ വാല്യൂ എഴുതിയാൽ F = -QE. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയറക്ഷൻ എങ്ങനെ കിട്ടി എന്ന് ഒരു ചോദ്യം വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് എവിടെയാണെന്നുള്ളൊരു ഗസ് നടത്തിയത്. അതായത് ഇവിടെ സോഴ്സ് ചാർജ് നെഗറ്റീവാണ്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ നിർമ്മിച്ച സോഴ്സ് ചാർജ് ഇടതുവശത്ത് പോസിറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായും ഇലക്ട്രിക് ചാർജിന് കാരണക്കാരനായ ഈ പോസിറ്റീവ് ചാർജ് നമ്മുടെ ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യുകയും ഈ ഭാഗത്തേക്ക്, ഈ വശത്തേക്ക് അതിന് മേലൊരു ഫോഴ്സ് അനുഭവപ്പെടുകയും ചെയ്യും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡൈപോളിൻ്റെ അതർ ചാർജിലും സ്വാഭാവികമായിട്ടും ഒരു ഫോഴ്സ് ഉണ്ടാവും. നമുക്ക് ആ ഫോഴ്സ് കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടാൻ പോകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. F =
ക്യു ഇ. ഓക്കെ. അപ്പോൾ ഡൈപോളിൻ്റെ രണ്ട് ചാർജുകളിലും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനാൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ മാർക്ക് ചെയ്തു, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും എഴുതി. ഇനി ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് ചാർജിന് മേലും അനുഭവപ്പെട്ട ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, എന്നാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നൊരാശയം, തുല്യവും വിപരീതവുമായ ഫോഴ്സുകൾ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടേ, നെറ്റ് ഫോഴ്സ് 0 ആകണ്ടേ എന്നാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഈ കാണുന്ന രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റാണ്. ഒരേ ലൈനിലല്ല ഈ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ ഈ ഫോഴ്സുകൾക്ക് ഡൈപോളിനെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ഡൈപോളിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഈ ഭാഗത്തുനിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഉണ്ടായാൽ ഇൻഫാക്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഡൈപോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫിഗർ ഒന്ന് നോക്കിയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് വരുന്നു, ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് വരുന്നു, ഡൈപോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഡൈപോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ രണ്ട് ഫോഴ്സുകളും ചേർന്ന് ഡൈപോളിന് മേൽ ഒരു ടോർക്ക് നൽകി അല്ലെങ്കിൽ ടോർക്ക് ഉണ്ടാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ മേൽ അനുഭവപ്പെട്ടിരിക്കുന്നൊരു ടോർക്കാണ്. ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഡെറൈവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി എഴുതാം. ഇത് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, ടോർക്ക് ആക്ടിങ് ഓൺ ദി ഡൈപോൾ ടോ ഈസ് ഈക്വൽ ടു, ടോർക്കിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതുകയാണ് കേട്ടോ, one of the force into perpendicular distance between them. അതായത് ടോർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് ടോർക്കിൻ്റെ ജനറൽ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷനിലേക്ക്, നമ്മുടെ ഫിഗറിലേക്ക് വന്നാൽ ഇതിലേതെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഇപ്പം ജനറലി ക്യു ഇ എന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ രണ്ട് ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് അല്ലേ. ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ ഈ ടോർക്ക് കണ്ടെത്തേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ അതുകൂടെ നമുക്ക് ഫിഗറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡൈപോളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ. ഈ ട്രയാങ്കിളിൽ ഇവിടെയുള്ള ആംഗിൾ തീറ്റ എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പേര് നൽകുന്നു എ ബി സി. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി സി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ, ചിത്രത്തിൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ബി സി കണ്ടെത്താൻ എളുപ്പമാണ്. നമുക്ക് സൈൻ തീറ്റ എടുത്താൽ മതിയാവും. ഇവിടെ ഈ തീറ്റ എന്ന ആംഗിളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് പാരലായിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തീറ്റ എന്ന ആംഗിൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിനും ഡൈപോളിൻ്റെ ആക്സിസിനും ഇടയിലുള്ള ആംഗിളായിട്ടാണ് വർത്തിക്കുന്നത്. അപ്പോൾ അതോടെ ഒന്ന് ഓർക്കുക, തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ആക്സിസ് ഓഫ് ദി ഡൈപോൾ. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് തിരിച്ചു വരുന്നു. സ്ട്രെയിറ്റ് എഴുതാം. ടോ ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സ് ക്യൂ ഇൻറ്റു ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ബി സി ആണ്. ഇനി നമുക്ക് ബി സി കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് ഈ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ സൈൻ തീറ്റ എടുക്കുന്നു. അപ്പോൾ ഫ്രം ട്രയാങ്കിൾ എ ബി സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഫിഗർ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, ബി സി ബൈ എ ബി. ഇക്വേഷനിലേക്ക് എഴുതുന്നു ബി സി ഡിവൈഡഡ് ബൈ എ ബി.
ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ ബി എന്ന ദൂരത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എ ബി എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ലെങ്ത് തന്നെയാണ്. അത് 2a ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബി സി ബൈ 2a. അവിടെ നിന്നും ബി സി ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ എന്ന് നമുക്ക് ബി സിക്ക് ഒരു ഇക്വേഷൻ കിട്ടുകയാണ്. ഈ ഇക്വേഷനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ ബിക്കം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ക്യു ഇ ഇൻറ്റു 2a സൈൻ തീറ്റ. വീണ്ടും ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ക്യൂ ഉണ്ട്, 2 ഉണ്ട്, എ ഉണ്ട്. നമ്മൾ ഓൾറെഡി മുൻപ് പഠിച്ചിട്ടുണ്ട് ഡൈപോൾ മൊമെൻറ്റ് പി ഇസ് ഈക്വൽ ടു 2qa. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ക്യൂവിനും 2നും എയ്ക്കും പകരമായിട്ട് നമുക്ക് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അവർ ഇക്വേഷൻ ബിക്കം ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി. ഓക്കെ, അപ്പോൾ ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന ഇക്വേഷൻ നമുക്ക് ലഭിക്കും. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വച്ചിരിക്കുന്ന ഒരു ഡൈപോളിന് മേൽ ആക്ട് ചെയ്യാൻ പോകുന്ന ടോർക്കിൻ്റെ ഫൈനൽ ഇക്വേഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെറിവേഷനാണ്. അല്പം വിശാലമായിട്ടാണ് ഞാനത് പറഞ്ഞതെങ്കിലും ആവശ്യമായ സ്റ്റെപ്പുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്തതിൻ്റെ റിസൾട്ടിലേക്ക് എത്താവുന്നതാണ്. ഇനി ടോർക്കിൻ്റെ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ ടോർക്കിൻ്റെ ഈ ഒരു ഇക്വേഷനും പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ക്രോസ് പ്രോഡക്റ്റായിട്ട് എഴുതാതെയുള്ള ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. തൽക്കാലം ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് ടോർക്കിൻ്റെ വാല്യൂവിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുന്ന കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുകൂടെ പറയുകയാണ്. അതായത് ഒന്ന്, ഈഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഓർ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റയുടെ വാല്യൂ 0യോ 180യോ ആയാൽ, അപ്പോൾ ഫിഗറിൽ എന്താണ് ഡൈപോളിന് സംഭവിച്ചതെന്ന് നോക്കാം. തീറ്റ 0 ആകുക എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് വരിക എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈപോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യുന്നു. അപ്പോൾ തീറ്റ 0 ആണ്. അല്ലെങ്കിൽ തീറ്റ 180 ആകുക എന്ന് പറഞ്ഞാൽ ഈ ഡൈപോൾ ഇവിടേക്ക് തിരികെ വരുന്നു, ഈ എൻഡ് ഇവിടേക്ക് തിരിഞ്ഞ് വരുന്നതാണ്. അപ്പോഴും നമ്മുടെ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടാണ് വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീറ്റ 0യോ 180യോ ആകുമ്പോൾ നമ്മുടെ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിനെ പാരലായി വന്നാൽ ടോർക്കിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നോക്കാം. ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ 0. നമുക്കറിയാം സൈൻ 0 ആണ്. അതുകൊണ്ട് ടോ ഈസ് ഈക്വൽ ടു 0. കാരണം ഇതായിരുന്നു, സൈൻ 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടോർക്ക് ബിക്കം 0. അപ്പോൾ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലലോ ആൻറ്റി പാരലലോ ആയി അലൈൻ ചെയ്യുമ്പോൾ അതിന് മേലുള്ള ടോർക്ക് എത്രയായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ഇനി രണ്ടാമതൊരു ഒബ്സർവേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ആകുക എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. നമ്മളെ ഫിഗറിലേക്കൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തീറ്റ 90 ആകുമ്പോൾ നമ്മുടെ ഡൈപോൾ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെയുള്ള ആംഗിൾ എത്രയായി? 90 ആയി. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഇത്തവണ സൈൻ തീറ്റയ്ക്ക് 90 കൊടുക്കുമ്പോൾ സൈൻ 90. സൈൻ 90 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ടോ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ എന്ന് കിട്ടും. കാരണം ഇതായിരുന്നു, സൈൻ 90 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ മാക്സിമം ടോർക്ക് ഒരു ഡൈപോളിന് മേൽ ഉണ്ടാവണമെങ്കിൽ അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് കിടക്കണം. ഇനി അതല്ല,
ഇലക്ട്രിക് ഫീൽഡിന് പാരലലോ ആൻറ്റി പാരലലോ ആയിട്ടാണ് ഡൈപോൾ ഉണ്ടാകുന്നതെങ്കിൽ അതിന് മേൽ അനുഭവപ്പെടുന്ന ടോർക്ക് 0 ആണെന്നും മനസ്സിലാക്കുക. എന്നാൽ നമ്മുടെ ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇത്രയും നേരം പറഞ്ഞപ്പോൾ ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡായിരുന്നു. വാട്ട് ഇഫ് ദ ഡൈപോൾ ഈസ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പരിഗണിക്കാവുന്ന ചില വസ്തുതകളുണ്ട്. ഒന്ന്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, വിചാരിക്കുക ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മറ്റൊന്ന്, ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എഴുതുകയാണ് താഴെ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് ഫീൽഡ്. ഇതുകൊണ്ട് അർത്ഥമാക്കിയത് ഇത്രയേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടി വരുന്ന ദിശയാണിത്. എന്താ കൂടി വരിക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കിയത്? അവിടെ തന്നെ മനസ്സിലായി, ഇതൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. സോ ഈ ഭാഗങ്ങളിലൊക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ്, ഈ ഭാഗങ്ങളിലൊക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമ്മുടെ ഡൈപോൾ ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ പാരലായിട്ടാണ് അലൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ പാരലായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു ഡൈപോൾ ഞാനിങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ദിസ് ഇസ് -q, ദിസ് ഇസ് +q. ഡൈപോളിൻ്റെ ആക്സിസ്, അതിൻ്റെ സെൻറ്റർ, ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഡൈപോളിന് മേൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ കൂടെ മാർക്ക് ചെയ്യുകയാണ്. ഇത് -QE റൈറ്റ് സൈഡിലേക്ക് +QE. ഓക്കെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡൈപോളിൻ്റെ സ്ട്രെങ്ത്ത് ഇടത്തു നിന്ന് വലത്തേക്ക് കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ +QE എന്ന ഫോഴ്സ് -QE എന്ന ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും. ബിക്കോസ് റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റ് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈപോളിന് മേലൊരു നെറ്റ് ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാകും. ഞാൻ ആ നെറ്റ് ഫോഴ്സ് ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ്, ഡൈപോളിന് മേലൊരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ഡൈപോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പാരലായി അലൈൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് ചാർജിന് മേലും അനുഭവപ്പെട്ട ഫോഴ്സുകൾ നമ്മൾ മാർക്ക് ചെയ്തു. പക്ഷേ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ വലതു ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുക ആയതുകൊണ്ട് +QE എന്ന ഫോഴ്സ് -QE എന്ന ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. സോ ദെർ വിൽ ബി എ നെറ്റ് ഫോഴ്സ് ടുവേർഡ്സ് ദ റൈറ്റ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടിയ ദിശയിലേക്ക് പതിയെ ട്രാൻസ്ലേറ്ററി മോഷനിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ മൂവ് ചെയ്യും. പക്ഷേ ഇത് പാരലായിട്ടാണ് അലൈൻ ചെയ്തത് എന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് മേലുള്ള ടോർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ടോർക്കില്ല, കാരണം പാരലാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടി വരുന്ന ദിശയിലേക്ക് നമ്മുടെ ഡൈപോൾ ഒരു ട്രാൻസ്ലേറ്ററി മോഷനിൽ ഏർപ്പെടും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഒരു കേസ്. ഇനി നമ്മുടെ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായിട്ട് ആണ് അലൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായിട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഈ ചാർജ് ഈ ചാർജ് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി. രണ്ട് ചാർജിന് മേലും ആക്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മാറ്റമുണ്ടാകും. -Q ചാർജിന് മേൽ അനുഭവപ്പെടാൻ പോകുന്ന ഫോഴ്സ് ഈ സമയത്ത് ഇത്തവണ ഇങ്ങോട്ടാണ്. ദിസ് ഇസ് -QE. അതുപോലെ +Q ചാർജിന് മേൽ ആക്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് ഇതാണ്. ദിസ് ഇസ് +QE. ഇപ്പോൾ ഈ ഡയറക്ഷൻസ് എങ്ങനെ വരച്ചു എന്ന് സംശയമുണ്ടെങ്കിൽ ഓർത്താൽ മതി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സായ പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെയുമാണ്. സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവും റിപ്പൽ ചെയ്യുന്നു, നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടാകുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവും ഇതും റിപ്പൽ ചെയ്യുന്നു, നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടാകും. എന്നാൽ ഇത്തവണ -QE എന്ന ഈ ഫോഴ്സ് +QE എന്ന ഈ ഫോഴ്സിനേക്കാളും വലുതാണ്. കാരണം റൈറ്റ് സൈഡിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ നമ്മുടെ ഡൈപോളിന് മേൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? യെസ്, നമ്മുടെ ഡൈപോൾ നെറ്റ് ഫോഴ്സിൻ്റെ ദിശയിലേക്ക് ട്രാൻസ്ലേറ്ററി മോഷനിൽ ഏർപ്പെട്ട് മൂവ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഓഫ് കോഴ്സ് ആൻറ്റി പാരലായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ടോർക്ക് ഉണ്ടാകുന്നില്ല, പക്ഷേ ട്രാൻസ്ലേറ്ററി മോഷനിൽ ആണ് ഉണ്ടാവുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എപ്പോഴും പാരലും ആൻറ്റി പാരലുമായിട്ട് മാത്രം ആക്ട് ചെയ്യണം അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. ഡൈപോളിന് ഇഷ്ടമുള്ള ആംഗിളിൽ ഇരിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമ്മുടെ ഡൈപോൾ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള, പാരലുമല്ല ആൻറ്റി പാരലുമല്ലാത്ത ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡൈപോളിന് മേൽ ഒരു ട്രാൻസ്ലേറ്ററി മോഷനും ഉണ്ടാകും, ഒരു റൊട്ടേഷണൽ മോഷനും ഉണ്ടാകും. അപ്പോൾ ഒരേ സമയം അവൻ തിരിയുകയും ചെയ്യും, എന്നാൽ മൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ള ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഇതുവരെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞത് പോയിൻ്റ് ചാർജുകളെ പറ്റിയാണ്. പോയിൻ്റ് ചാർജിനെ പറ്റി വിശദമായി പറയുന്ന മുൻപൊരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരുന്നത് നന്നായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്നാൽ പ്രാക്ടിക്കൽ വേൾഡിൽ നമുക്ക് പലപ്പോഴും പോയിൻ്റ് ചാർജുകൾക്ക് പകരം കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസാണ് കാണാൻ കഴിയുക. അതായത് ഒരു ചാർജുകൾ ഒരു പോയിൻ്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് പകരമായിട്ട് ചാർജുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെയുള്ള 3 വ്യത്യസ്ത തര ഡിസ്ട്രിബ്യൂഷനുകളും ആ ഡിസ്ട്രിബ്യൂഷൻ മുഖാന്തരം ഉണ്ടാകുന്ന ചാർജ് ഡെൻസിറ്റിയുമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇമാജിൻ ഇതൊരു വയറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വയറിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്നാൽ ഈ പോസിറ്റീവ് ചാർജ് ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയല്ല, അത് ഈ വയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ വയറിൻ്റെ യൂണിറ്റ് ലെങ്ത്തിൽ എത്രത്തോളം ചാർജ് ഉണ്ടാകും? ഓക്കെ, ഒരു യൂണിറ്റ് ലെങ്ത്, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ലെങ്ത് എടുത്താൽ അതിൽ എത്രത്തോളം ചാർജ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ലാംഡ ഈസ് ഈക്വൽ ടു Q/L. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു Q/L. ലാംഡയുടെ യൂണിറ്റ് എഴുതിയാൽ ഇറ്റ് ബിക്കം കൂളംബ് പെർ മീറ്റർ. അങ്ങനെ കിട്ടൂ, കാരണം ന്യൂമറേറ്ററിൽ ചാർജാണ് കൂളം, ഡിനോമിനേറ്ററിൽ ലെങ്ത് ആണ് മീറ്റർ. ക്ലിയർ? ഇവിടെ നിന്നും നമുക്ക് ചാർജിന് ഒരു ഇക്വേഷൻ എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു λL. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഡെറിവേഷനിൽ അവിടെ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത് എന്ന് നമുക്ക് മനസ്സിലായാൽ ക്യൂവിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണിത്. Q ഈസ് ഈക്വൽ ടു λL. പ്രൊവൈഡഡ് ലാംഡ എന്ന ലീനിയർ ചാർജ് ഡെൻസിറ്റി നമുക്കറിയാം എന്നിരിക്കെ നമുക്കിതിങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, രണ്ടാമത്തെ പോസിബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ചാർജുകൾ ഒരു സർഫസിലായിട്ട് സ്പ്രെഡായി കിടക്കുകയാണ്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഒരു ഷീറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ബുക്കിൻ്റെ ഒരു പേജ് പോലെയൊക്കെയുള്ളൊരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ ചാർജ് ഈവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു മെറ്റൽ ഷീറ്റാണ്. ഈ ഷീറ്റിൻ്റെ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ചാർജ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു Q/S. അവിടെ Q എന്നുദ്ദേശിച്ചത് ചാർജിനെയും S എന്നുദ്ദേശിച്ചത് സർഫസ് ഏരിയയുമാണ്. ഇവിടെ നമ്മൾ സിഗ്മയുടെ യൂണിറ്റ് എഴുതാൻ ശ്രമിച്ചാൽ ദാറ്റ് ഈസ് കൂളംബ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കാരണം ന്യൂമറേറ്റർ കൂളംബും ഡിനോമിനേറ്റർ സർഫസ് ഏരിയയുമാണ്, മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. വീണ്ടും നമുക്ക് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കേസിൽ ചാർജിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പറഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു സിഗ്മ S എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ പലപ്പോഴും നമ്മൾ Q ഈസ് ഈക്വൽ ടു സിഗ്മ A എന്നും എഴുതാറുണ്ട്. വ്യത്യാസമൊന്നുമില്ല. സർഫസിനെ സൂചിപ്പിക്കാൻ S എന്നോ അല്ലെങ്കിൽ ഏരിയ എന്ന സെൻസിൽ A എന്നോ ഉപയോഗിക്കാറുണ്ട്. രണ്ടായാലും ഐഡിയ ഒന്ന് തന്നെയാണ്. ഇനി മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ സംഭവിക്കുന്നത്, നമുക്ക് ഒരു സ്ഫിയർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സ്ഫിയർ 3D ആയിട്ട് വിചാരിക്കണം. വരച്ചപ്പോൾ അത് സർക്കിൾ പോലെയാണ്, എന്നാൽ ഇത് 3D ആണ് എന്ന് വിചാരിക്കുക. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ് സ്ഫിയർ. ഈ സ്ഫിയറിൻ്റെ ഒരു പർട്ടിക്കുലർ
ഏരിയയിൽ എത്രത്തോളം ചാർജുകൾ അടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെയുള്ള വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് 3 ഡയമെൻഷനിലായിട്ട് ഈ വസ്തുവിൽ ചാർജ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു മെറ്റാലിക് സ്ഫിയർ ആണെന്നോ അതിനുള്ളിൽ ചാർജ് ഉണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇത് ചാർജുകൾ ഒരു വോളിയത്തിൽ ലഭിച്ചതുപോലെ കിടക്കുന്നത് പോലെയുള്ളൊരു സാഹചര്യമാണ്. മറ്റൊരു നല്ല ഉദാഹരണം പറഞ്ഞാൽ കാർമേഘങ്ങൾ ഒരു നല്ല ഉദാഹരണമാണ്. ചാർജുകൾ 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു വോളിയത്തിൽ ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് നിൽക്കുന്നതാണ് കാർമേഘങ്ങളിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ചാർജ് ഡെൻസിറ്റി എഴുതിയാൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇവിടെ വി എന്ന് ഉദ്ദേശിച്ചത് വോളിയമാണ്. അപ്പോൾ റോയുടെ യൂണിറ്റ് എഴുതിയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കൂളംബ് പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അത് ക്ലിയറാണ്. കൂടാതെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്തെ ചാർജിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയാൽ ക്യൂ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 പോസിബിളായിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസും അവയുടെ ചാർജ് ഡെൻസിറ്റിയും യൂണിറ്റും ചാർജിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. നന്നായി പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായി വീണ്ടും കാണാം. താങ്ക് യു.